ദൂരദർശൻ മലയാളം പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ നമസ്കാരം. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന നയങ്ങളും വികസന നേട്ടങ്ങളും പങ്കുവയ്ക്കുന്ന അമൃത ഭാരതം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ദശാബ്ദങ്ങളായി ഭാരതം സ്വന്തം ആകാശം കാക്കാൻ റഷ്യയെയും ഇസ്രായേലിനെയുമാണ് ആശ്രയിച്ചിരുന്നത്. എന്നാൽ യുദ്ധങ്ങൾ അതിർത്തികളിൽ നിന്നും റഡാർ സ്ക്രീനുകളിലെ ചെറിയ പൊട്ടുകളായി മാറുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ ഭാരതം ആ ചരിത്രം മാറ്റിയെഴുതുകയാണ്. DRDO തദ്ദേശീയമായി വികസിപ്പിച്ച ദീർഘദൂര ഉപരിതല വ്യോമ പ്രതിരോധ സംവിധാനമായ പ്രോജക്ട് കുശയുടെ ഭാഗമായി കഴിഞ്ഞ ആഴ്ച നടന്ന കന്നി പരീക്ഷണ വിക്ഷേപണം വിജയകരമായി പൂർത്തിയായി. നമ്മുടെ അഭിമാനമായി മാറാൻ പോകുന്ന ഈ പ്രോജക്ടിന്റെ വിശദാംശങ്ങൾ കാണാം. 2, 1, now. Taken off. ഒഡീഷ തീരത്തെ അബ്ദുൽ കലാം ദ്വീപിൽ നിന്ന് കുതിച്ചുയർന്ന ആ മിസൈൽ വെറുമൊരു പരീക്ഷണമായിരുന്നില്ല, ഭാരതത്തിന്റെ ആത്മാഭിമാനത്തിന്റെ വിക്ഷേപണമായിരുന്നു. ഇറക്കുമതി ചെയ്യുന്ന ആയുധങ്ങളുടെ പകുതി വില മാത്രം ചെലവിൽ ഭാരതം നിർമ്മിച്ച സ്വന്തം ദീർഘദൂര വ്യോമ പ്രതിരോധ സംവിധാനം പ്രൊജക്ട് കുശയുടെ വിജയകരമായ തുടക്കം. പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്ന ഭാരതത്തിന്റെ സ്വന്തം സുദർശന ചക്രം എന്ന ബഹുതല വ്യോമ പ്രതിരോധ ശൃംഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് കുശ. നിലവിലെ നമ്മുടെ വ്യോമ സുരക്ഷാ കവചം ആകാശ് മുതൽ S-400 വരെ നീളുന്ന ഒരു സ്പെക്ട്രമാണ്. ഇതിൽ ഹ്രസ്വദൂര പ്രതിരോധത്തിനായി ക്വിക്ക് റിയാക്ഷൻ വ്യോമ പ്രതിരോധ മിസൈലായ അനന്തശാസ്ത്രയും ഒപ്പം ആകാശ് മിസൈലുകളും ഉണ്ടാകും. 70 മുതൽ 80 കിലോമീറ്റർ വരെ പരിധിയുള്ള മധ്യദൂര പ്രതിരോധത്തിനായി MRSAയും പിന്നെയുണ്ടായിരുന്നത് 400 കിലോമീറ്റർ മുതൽ പ്രതിരോധമൊരുക്കുന്ന S-400 ആയിരുന്നു. 80 കിലോമീറ്റർ കഴിഞ്ഞ് റഷ്യൻ S-400 എത്തുന്നതുവരെയുള്ള വലിയൊരു ദീർഘദൂര പ്രതിരോധം വിടവ് നികത്താനാണ് പ്രൊജക്ട് കുശ എത്തുന്നത്. പലരും കരുതുന്നതുപോലെ കുശ റഷ്യൻ S-400 പകരക്കാരനല്ല, മറിച്ച് S-400 ചേർന്ന ഭാരതത്തിന്റെ ദീർഘദൂര വ്യോമസുരക്ഷയുടെ പ്രധാന ചുമതല വഹിക്കാൻ പോകുന്ന ഇന്ത്യയുടെ സ്വന്തം പ്ലാറ്റ്ഫോമാണ്. DRDO വികസിപ്പിക്കുന്ന കുശ ഒറ്റ മിസൈലല്ല, മറിച്ച് 3 ഇന്റർസെപ്റ്ററുകളുള്ള ഒരു ശൃംഖലയാണ്. 150 കിലോമീറ്റർ ദൂരപരിധിയുള്ള M1 ശത്രു വിമാനങ്ങളെയും ഡ്രോണുകളെയും ക്രൂയിസ് മിസൈലുകളെയും തകർക്കാൻ ശേഷിയുള്ള പോർമുന. കഴിഞ്ഞ ദിവസം പരീക്ഷിച്ചതും ഇതിന്റെ വികസന പതിപ്പാണ്. 250 കിലോമീറ്റർ ദൂരപരിധിയുള്ള M2 വ്യോമസുരക്ഷയുടെ പ്രധാന കരുത്തായി മാറും. 350 മുതൽ 400 കിലോമീറ്റർ ദൂരപരിധിയുള്ള M3 മിസൈലുകൾക്ക് മാക് 5 ഹൈപ്പർസോണിക് വേഗതയിൽ ശത്രുവിന്റെ എവാക്സ് വിമാനങ്ങളെയും റീഫ്യുവലറുകളെയും ദൂരെ വെച്ച് തന്നെ തകർത്തുകളയും. കഴിഞ്ഞ ആഴ്ച ഭാരതം വിജയകരമായി പരീക്ഷിച്ചത് ഇതിലെ M1 ഇന്റർസെപ്റ്റർ മിസൈലാണ്. ഈ വർഷാവസാനത്തോടെ M2 മിസൈലിന്റെ പരീക്ഷണവും 2027ഓടെ M3 മിസൈലിന്റെ നിർണായക പരീക്ഷണവും പൂർത്തിയാകും. തുടർന്ന് 2028ഓടെ ഈ ത്രിതല വ്യോമ പ്രതിരോധ വ്യവസ്ഥ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകും. ഭാരതത്തിന്റെ സുരക്ഷാ രംഗത്ത് പ്രൊജക്ട് കുശ ഒരു ഗെയിം ചേഞ്ചറാണെന്നാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി വിശേഷിപ്പിച്ചത്. കുശയുടെ വരവോടെ സ്വന്തമായി ദീർഘദൂര വ്യോമ പ്രതിരോധ കവചമുള്ള വിരലിലെണ്ണാവുന്ന ലോക വൻശക്തികളുടെ പ്രഭുക്കന്മാരുടെ ക്ലബിലേക്ക് ഭാരതവും അഭിമാനത്തോടെ ചുവടുവച്ചിരിക്കുകയാണ്. ഇതിന്റെ സാമ്പത്തിക വശങ്ങളിലാണ് കുശയുടെ യഥാർത്ഥ തിളക്കം. റഷ്യൻ S-400 ഒരു സ്ക്വാഡ്രന് ഏകദേശം 8300 കോടി രൂപ ചെലവാകുമ്പോൾ കുശയുടെ ഒരു സ്ക്വാഡ്രന് വെറും 5000 കോടി രൂപ മതിയാകും. ഒരു S-400 ഇന്റർസെപ്റ്റർ മിസൈലിന്റെ പകുതി വില മാത്രമാണ് ഒരു കുശ മിസൈലിന്റെ നിർമ്മാണ ചെലവ്. കേന്ദ്ര ക്യാബിനറ്റ് കമ്മിറ്റി 2022 പച്ചക്കൊടി കാണിച്ച പദ്ധതിക്ക് വ്യോമസേനയ്ക്കായി 5 സ്ക്വാഡ്രണുകൾ വാങ്ങാൻ 21,700 കോടി രൂപയുടെ സാമ്പത്തിക അനുമതി ലഭിച്ചു കഴിഞ്ഞു. ഇറക്കുമതി ചെയ്യുന്ന ആയുധങ്ങൾക്ക് ഉപരോധങ്ങൾ, സ്പെയർ പാർട്സുകളുടെ ക്ഷാമം, വിദേശ സാങ്കേതിക വിദഗ്ധരെ ആശ്രയിക്കൽ എന്നിവ വലിയ ഭീഷണിയാണ്. എന്നാൽ കുശ പൂർണ്ണമായി ഭാരതത്തിൽ നിർമ്മിക്കുന്നതിനാൽ ഇതിന്റെ സോഫ്റ്റ്വെയർ കോഡുകൾ, അൽഗോരിതം, അറ്റകുറ്റപ്പണികൾ എന്നിവയുടെ സമ്പൂർണ്ണ അവകാശം ഭാരതത്തിന് മാത്രമായിരിക്കും. യൂറോപ്പിലും പടിഞ്ഞാറൻ ഏഷ്യയിലും നടക്കുന്ന യുദ്ധങ്ങളിൽ ഡ്രോണുകളും കൃത്യതയുള്ള മിസൈലുകളും സൃഷ്ടിക്കുന്ന ഭീഷണി കണ്ട് ലോകരാജ്യങ്ങൾ അമ്പരക്കുമ്പോഴാണ് ഭാരതം ഈ നേട്ടം കൈവരിക്കുന്നത്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിൽ ശത്രുക്കളുടെ വ്യോമാക്രമണങ്ങളിൽ നിന്ന് നമ്മുടെ സൈനിക താവളങ്ങളെ വിജയകരമായി പ്രതിരോധിച്ച അനുഭവ സമ്പത്ത് ഭാരതത്തിനുണ്ട്. വ്യോമസേനയ്ക്ക് ശേഷം നാവികസേനയുടെ വിമാനവാഹിനി കപ്പലുകൾക്കും മറ്റ് വൻകിട യുദ്ധക്കപ്പലുകൾക്കും സുരക്ഷയൊരുക്കാൻ കുശയുടെ നേവൽ പതിപ്പും DRDO വികസിപ്പിക്കും. സ്വന്തം ആകാശത്തെ കാക്കാൻ ഇനി മറ്റൊരു രാജ്യത്തിന്റെയും വാതിലിൽ ഭാരതം മുട്ടില്ല.
ആത്മനിർഭർ ഭാരതത്തിന്റെ ഈ സാങ്കേതിക സാമ്പത്തിക വിജയം രാജ്യത്തിന്റെ സുരക്ഷാ ചരിത്രത്തിലെ സുവർണ അധ്യായം തുറക്കുകയാണ്. യാത്രാ ഗതാഗത രംഗത്ത് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ സൃഷ്ടിച്ച വൻ തരംഗത്തിന് ശേഷം ഇന്ത്യയിലെ ചരക്ക് ഗതാഗത മേഖലയിലും ചരിത്രപരമായ വിപ്ലവത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയ അതിവേഗ ചരക്ക് തീവണ്ടിയായ വന്ദേ ഭാരത് ഫ്രൈറ്റ് ട്രേക്കിന്റെ സാങ്കേതിക പരീക്ഷണ ഓട്ടങ്ങൾ രാജസ്ഥാനിലെ കോട്ട നാഗ്ദ സവായ് മധോപൂർ റെയിൽപാതയിൽ വിജയകരമായി ആരംഭിച്ചിരിക്കുകയാണ്. ഇ കൊമേഴ്സ് ഉൽപ്പന്നങ്ങൾ, എക്സ്പ്രസ് പാർസലുകൾ, തണുപ്പിച്ച് സൂക്ഷിക്കേണ്ട ഉൽപ്പന്നങ്ങൾ എന്നിവ വളരെ വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ സഹായിക്കുന്ന ഈ പുതിയ അതിവേഗ ട്രെയിനിന്റെ വിശദമായ റിപ്പോർട്ടിലേക്ക്. ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ പൂർണ്ണമായും തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത 16 കോച്ചുകളുള്ള പ്രോട്ടോടൈപ്പ് ഫ്രൈറ്റ് ട്രേക്കാണ് പരീക്ഷണ ഓട്ടത്തിനിറങ്ങിയിരിക്കുന്നത്. പരമ്പരാഗത ചരക്കുവണ്ടികളിൽ നിന്നും വ്യത്യസ്തമായി വന്ദേ ഭാരത് പാസഞ്ചർ ട്രെയിനുകളുടെ അതേ സെമി ഹൈസ്പീഡ് പ്ലാറ്റ്ഫോമിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മണിക്കൂറിൽ 160 കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഈ ട്രെയിൻ രാജ്യത്തെ ചരക്ക് നീക്കത്തിന്റെ സമയം പകുതിയിലധികമായി കുറയ്ക്കും. വെസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ കോട്ട ഡിവിഷനിലെ അതിവേഗ ടെസ്റ്റിംഗ് ഇടനാഴിയിലാണ് റിസർച്ച് ഡിസൈൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ 1 മാസം നീണ്ടു നിൽക്കുന്ന പരീക്ഷണങ്ങൾ നടക്കുന്നത്. ആദ്യ ദിനത്തിൽ തന്നെ മണിക്കൂറിൽ 120 കിലോമീറ്റർ മുതൽ 135 കിലോമീറ്റർ വരെ വേഗത്തിൽ ഈ ട്രെയിൻ വിജയകരമായി ഓട്ടം പൂർത്തിയാക്കി. ട്രെയിനിന്റെ ബ്രേക്കിംഗ് ശേഷി, സ്ഥിരത, ലോഡ് താങ്ങാനുള്ള ശേഷി എന്നിവ ശാസ്ത്രീയമായി വിലയിരുത്തുകയാണ് ഈ ഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത്. ഏകദേശം 264 ടൺ ഭാരം വഹിച്ചു പായുന്ന ഈ ട്രെയിനിൽ അത്യാധുനിക സവിശേഷതകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഉൽപ്പന്നങ്ങൾ വേഗത്തിൽ കയറ്റാനും ഇറക്കാനും സഹായിക്കുന്ന 1800 മില്ലിമീറ്റർ വീതിയുള്ള ഓട്ടോമാറ്റിക് സ്ലൈഡിംഗ് വാതിലുകൾ, പല്ലറ്റുകളിൽ കണ്ടെയ്നറുകൾ ഉറപ്പിച്ചു നിർത്താനുള്ള പ്രത്യേക ഫ്ലോർ ഫിക്സിംഗുകൾ എന്നിവ ഇതിലുണ്ട്. കൂടാതെ പഴങ്ങൾ, പച്ചക്കറികൾ, ഔഷധങ്ങൾ എന്നിവ കേടുപാടുകൾ കൂടാതെ എത്തിക്കാൻ സഹായിക്കുന്ന റെഫ്രിജറേറ്റഡ് കണ്ടെയ്നറുകൾ ഘടിപ്പിക്കാനുള്ള സംവിധാനവും വന്ദേ ഭാരത് ഫ്രൈറ്റ് ട്രെയിനിന്റെ വലിയ പ്രത്യേകതയാണ്. ഇ കൊമേഴ്സ് സ്ഥാപനങ്ങൾക്കും കൃഷിക്കാർക്കും വ്യവസായികൾക്കും നിശ്ചിത സമയത്തിനുള്ളിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ രാജ്യത്തുടനീളം എത്തിക്കാൻ ഈ സേവനം സഹായിക്കും. PM ഗതിശക്തി ദേശീയ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി രാജ്യത്തെ ലോജിസ്റ്റിക്സ് ചെലവുകൾ കുറയ്ക്കാനും സപ്ലൈ ചെയിൻ കൂടുതൽ കാര്യക്ഷമമാക്കാനും ഈ ചുവടുവയ്പ് വഴിയൊരുക്കും. യാത്രാ തീവണ്ടികളിലെ വിപ്ലവത്തിനു ശേഷം ചരക്ക് ഗതാഗതത്തിലും ലോകോത്തര നിലവാരം പുലർത്തിക്കൊണ്ട് മറ്റൊരു പുത്തൻ ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയാണ് ഇന്ത്യൻ റെയിൽ. മറ്റൊരു സുപ്രധാന നിയമവും ഈ പാർലമെന്റ് സെഷൻ കഴിയുമ്പോൾ നിലവിൽ വരും. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആയിരക്കണക്കിന് വിപ്ലവകാരികൾക്ക് മാതൃഭൂമിക്കായുള്ള പോരാട്ടത്തിന് ആവേശം പകരുകയും ബലിദാനത്തിലേക്ക് നയിക്കുകയും ചെയ്ത മന്ത്രധ്വനിയായിരുന്നു വന്ദേ മാതരം. രാജ്യത്തിന്റെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന് അർഹമായ നിയമപരമായ പദവിയും ആദരവും ഉറപ്പാക്കിക്കൊണ്ട് ചരിത്രപരമായ നിയമ ഭേദഗതിയുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വന്ദേ മാതരത്തെ അപമാനിക്കുന്നവർക്കും അത് ആലപിക്കുന്നത് തടസ്സപ്പെടുത്തുന്നവർക്കും 3 വർഷം വരെ തടവും പിഴയും ഉറപ്പാക്കുന്ന പുതിയ നിയമവ്യവസ്ഥകളെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടിലേക്ക്. ആയിരത്തി 1971 നിയമത്തിൽ സുപ്രധാന മാറ്റങ്ങൾ വരുത്തുന്നതാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പുതിയ ഭേദഗതി ബിൽ. Question is that the prevention of insults to National Honor Amendment Bill 2026 be taken into consideration. Those in favor will please say aye. Those against will please say no. I think the ayes have it, the ayes have it, the ayes have it. The motion is adopted. നിലവിൽ ദേശീയ പതാക, ഭരണഘടന, ദേശീയഗാനമായ ജനഗണമന എന്നിവയെ അപമാനിക്കുന്നതിനും തടസ്സപ്പെടുത്തുന്നതിനുമായിരുന്നു ശിക്ഷാവ്യവസ്ഥകൾ ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ ഭേദഗതിയിലൂടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിനും ഇതേ നിയമസംരക്ഷണം ഉറപ്പാക്കുകയാണ്. രാജ്യത്തിന്റെ ആത്മാവും ദേശീയബോധവും കാത്തുസൂക്ഷിക്കാനുള്ള ചരിത്രപരമായ കടമയായാണ് ഈ നിയമനിർമ്മാണത്തെ സർക്കാർ കാണുന്നത്. പുതിയ നിയമപ്രകാരം വന്ദേമാതരത്തെ ബോധപൂർവം അപമാനിക്കുകയോ വന്ദേമാതരം ആലപിക്കുന്നത് തടസ്സപ്പെടുത്തുകയോ അത് നടക്കുന്ന ചടങ്ങുകളിൽ തടസ്സം സൃഷ്ടിക്കുകയോ ചെയ്യുന്നത് ഗുരുതര ക്രിമിനൽ കുറ്റകൃത്യമായി മാറും.
ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കും. കൂടാതെ കുറ്റം ആവർത്തിക്കുന്നവർക്ക് കുറഞ്ഞത് 1 വർഷത്തെ കഠിന തടവും പുതിയ നിയമം നിർബന്ധമാക്കുന്നുണ്ട്. 1875-ൽ ബങ്കിം ചന്ദ്ര ചതോപാധ്യായ രചിച്ച വന്ദേമാതരത്തിന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അതുല്യമായ പങ്കാണുള്ളത്. 1950 ജനുവരി 24-ന് ഭരണഘടനാ അസംബ്ലിയുടെ അവസാന യോഗത്തിൽ പ്രഥമ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പ്രഖ്യാപിച്ചത് വന്ദേമാതരത്തിന് ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ ആദരവും പദവിയും ഉണ്ടായിരിക്കുമെന്നാണ്. 1971-ലെ നിയമത്തിൽ ഈ സംരക്ഷണം വിട്ടുപോയത് നികത്താനാണ് 2026-ൽ കേന്ദ്ര സർക്കാർ ഈ ചരിത്രപരമായ ഭേദഗതി കൊണ്ടുവന്നത്. നിയമപരമായ സംരക്ഷണത്തിന് പുറമെ ഔദ്യോഗിക ചടങ്ങുകളിൽ വന്ദേമാതരം ആലപിക്കുന്നതിനും കേന്ദ്ര സർക്കാർ കൃത്യമായ ചട്ടങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. ദേശീയ ഗാനവും ദേശീയ ഗീതവും ഒന്നിച്ചാലപിക്കുന്ന ചടങ്ങുകളിൽ ദേശീയ ഗാനത്തിന് മുൻപായി വന്ദേമാതരം ആലപിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിക്കുന്നു. വന്ദേമാതരത്തിന്റെ 6 ഖണ്ഡികകളടങ്ങിയ 3.10 മിനിറ്റ് ദൈർഘ്യമുള്ള ഔദ്യോഗിക പതിപ്പ് ആലപിക്കുമ്പോൾ സദസ്സിലുള്ളവർ ആദരവോടെ എഴുന്നേറ്റു നിൽക്കണമെന്നും ചട്ടങ്ങളുണ്ട്. ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകവും ദേശീയ അഭിമാനവും കാത്തുസൂക്ഷിക്കുന്ന ഈ പുതിയ നിയമം നമ്മുടെ സാംസ്കാരികതകളും ദേശീയ ചരിത്രവും കൈമുതലാക്കി വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയിൽ സുപ്രധാനമായ മറ്റൊരു നാഴികക്കല്ലാകുമെന്നതിൽ സംശയമില്ല. ഭാരതത്തിന്റെ ഭാവി നിർണയിക്കുന്ന യുവത്വത്തിന്റെ അഹോരാത്രമുള്ള കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ഉറപ്പാക്കുക എന്നത് നമ്മുടെ രാജ്യത്തിന്റെയും പ്രാഥമിക കടമയാണ്. 6 മാസത്തെയും വർഷങ്ങളുടെയും ഉറക്കമിളച്ചുള്ള പഠനത്തിനൊടുവിൽ പരീക്ഷാ ഹാളിലെത്തുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നങ്ങൾ ഒറ്റ ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ തകർന്നടിയുന്ന കാഴ്ച നാം പലപ്പോഴും കണ്ടതാണ്. എന്നാൽ ഈ അധാർമികവും ക്രിമിനലുമായ പരീക്ഷാ മാഫിയകൾക്ക് അന്ത്യം കുറിക്കാൻ ഉറച്ച ചുവടുവയ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ മത്സര പരീക്ഷകളുടെ സുതാര്യതയും വിശ്വാസ്യതയും വീണ്ടെടുക്കാനായി കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ കൊണ്ടുവന്ന ചരിത്രപരമായ നിയമമാണ് പൊതുപരീക്ഷാ അവിഹിത മാർഗ തടയൽ ബിൽ അഥവാ പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ബിൽ. ഇതിലൂടെ നിലവിലുള്ള നിയമനത്തിൽ ഭേദഗതികൾ വഴി കൂടുതൽ കടുത്ത ചട്ടങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് സർക്കാർ. ചോദ്യപേപ്പർ ചോർത്തുന്ന പരീക്ഷാ മാഫിയകൾക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും സ്വത്ത് കണ്ടുകെട്ടലും ഉറപ്പാക്കുന്ന കർശന വ്യവസ്ഥകളാണ് ഈ നിയമത്തിലുള്ളത്. പരീക്ഷ എഴുതുന്ന നിരപരാധികളായ വിദ്യാർത്ഥികളെ ശിക്ഷിക്കാതെ അതിനു പിന്നിലെ സംഘടിത ക്രിമിനൽ സംഘങ്ങളെയും ഏജൻസികളെയും മാത്രം ലക്ഷ്യമിടുന്ന ഈ ചരിത്രപരമായ ബില്ലിന്റെ പൂർണ്ണമായ വിവരങ്ങളിലേക്ക് അമൃത ഭാരതം കടക്കുകയാണ്. UPSC, SSC, RRB, ബാങ്കിംഗ്, ദേശീയ പരിശോധനാ ഏജൻസിയായ NTA എന്നിവ നടത്തുന്ന പരീക്ഷകൾ ഇന്ത്യയിലെ കോടിക്കണക്കിന് യുവാക്കളുടെ ഭാവി രൂപപ്പെടുത്തുന്ന കേന്ദ്ര പൊതുപരീക്ഷകളാണിവ. എന്നാൽ വിരലിലെണ്ണാവുന്ന ക്രിമിനൽ സംഘങ്ങൾ നടത്തുന്ന ചോദ്യപേപ്പർ ചോർച്ചയും ക്രമക്കേടുകളും കാരണം യോഗ്യരായ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ഭാവി പലപ്പോഴും അനിശ്ചിതത്വത്തിലാകാറുണ്ട്. ഈ അനീതിക്ക് പൂർണ്ണമായി വിരാമമിടാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കടുപ്പമേറിയ പരീക്ഷാ പേപ്പർ ചോർച്ചാ വിരുദ്ധ നിയമവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കേന്ദ്ര പൊതുപരീക്ഷകളിലെ അവിഹിത മാർഗങ്ങൾ പൂർണ്ണമായും ക്രിമിനൽ കുറ്റകൃത്യമായി നിർവചിക്കുന്നതാണ് പുതിയ ബിൽ. ബില്ലിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെയോ ഉദ്യോഗാർത്ഥികളെയോ ക്രിമിനൽ പശ്ചാത്തലത്തിൽ കാണുന്നില്ല എന്നതാണ്. മറിച്ച് സാമ്പത്തിക ലാഭത്തിനായി ചോദ്യപേപ്പറുകൾ ചോർത്തുകയും ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുകയും ചെയ്യുന്ന മാഫിയ സംഘങ്ങളെയും സർവീസ് പ്രൊവൈഡർമാരെയുമാണ് ബിൽ ലക്ഷ്യമിടുന്നത്. ഈ നിയമപ്രകാരം തടവു ശിക്ഷകൾ കൂടുതൽ കർശനമാക്കി. ചോദ്യപേപ്പർ ചോർത്തൽ, ഉത്തരക്കടലാസുകൾ തിരുത്തൽ, OMR ഷീറ്റുകളിൽ കൃത്രിമം കാണിക്കൽ, വ്യാജ വെബ്സൈറ്റുകൾ ഉണ്ടാക്കൽ എന്നിവയെല്ലാം ഇനി മുതൽ ജാമ്യമില്ലാത്ത ഗുരുതര കുറ്റകൃത്യങ്ങളാണ്. സംഘടിതമായി പരീക്ഷാ തട്ടിപ്പ് നടത്തുന്നവർക്ക് കുറഞ്ഞത് 5 വർഷം മുതൽ പരമാവധി 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. സംഘടിത കുറ്റകൃത്യം നടത്തുന്നവർക്ക് ചുരുങ്ങിയത് 7 വർഷം തടവ് ശിക്ഷയും 10 കോടി രൂപ വരെ പിഴയും ലഭിക്കും. പരീക്ഷ നടത്തുന്ന സ്വകാര്യ ടെക്നോളജി അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ഏജൻസികൾ തട്ടിപ്പിൽ പങ്കാളികളായാൽ 1 കോടി രൂപ മുതൽ 5 കോടി രൂപ വരെ പിഴയുണ്ടാകും. ഇത്തരം ഏജൻസികളെ പൊതുപരീക്ഷകൾ നടത്തുന്നതിൽ നിന്നും 4 മുതൽ 8 വർഷം വരെ വിലക്കും. പരീക്ഷാ ചെലവുകൾ മുഴുവൻ തട്ടിപ്പ് നടത്തിയ ഏജൻസിയിൽ നിന്ന് ഈടാക്കും. ആധുനിക കാലഘട്ടത്തിലെ സാങ്കേതിക വിദ്യകൾ ദുരുപയോഗം ചെയ്തുള്ള തട്ടിപ്പുകൾ തടയാനും ബില്ലിൽ പ്രത്യേക വകുപ്പുകളുണ്ട്.
ചോർത്തിയ ചോദ്യപേപ്പറുകൾ ഡിജിറ്റലായി പങ്കുവയ്ക്കുക, കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളിൽ ഹാക്കിംഗ് നടത്തുക, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് കൃത്രിമം കാണിക്കുക എന്നിവയും ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നു. ചോദ്യപേപ്പർ ചോർത്തൽ, OMR തിരുത്തൽ എന്നിവയ്ക്ക് പുറമെ വ്യാജ വെബ്സൈറ്റുകൾ ഉണ്ടാക്കൽ, വ്യാജ അഡ്മിറ്റ് കാർഡുകൾ ഇറക്കൽ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഹാക്കിംഗ്, മെറിറ്റ് ലിസ്റ്റിൽ കൃത്രിമം കാണിക്കൽ തുടങ്ങി 15 കൃത്യമായ തട്ടിപ്പ് രീതികളെ നിയമത്തിൽ ക്രിമിനൽ കുറ്റങ്ങളായി നിർവചിച്ചിരിക്കുന്നു. പരീക്ഷ നടത്തുന്ന സർവീസ് പ്രൊവൈഡർ ഏജൻസികളോ അവയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരോ തട്ടിപ്പിൽ പങ്കാളികളാണെന്ന് കണ്ടെത്തിയാൽ സ്ഥാപനത്തിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും അതിന്മേൽ വരുന്ന സാമ്പത്തിക നഷ്ടം ഈടാക്കാനും ബില്ലിൽ അധികാരമുണ്ട്. കൂടാതെ അത്തരം ഏജൻസികളെ ഭാവിയിൽ പൊതുപരീക്ഷകൾ നടത്തുന്നതിൽ നിന്ന് പൂർണ്ണമായി വിലക്കുകയും ചെയ്യും. തട്ടിപ്പുകൾ അതിവേഗം വിചാരണ ചെയ്യുന്നതിനായി പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനും ബിൽ നിർദ്ദേശിക്കുന്നു. കേസുകൾ നീണ്ടുപോകാതെ 3 മാസത്തിനകം തീർപ്പു കൽപ്പിച്ച് കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കാൻ ഇത് സഹായിക്കും. അന്വേഷണങ്ങൾ വേഗത്തിലാക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പങ്കാളിത്തവും ഉറപ്പാക്കുന്നു. ഈ നിയമം നടപ്പിലാകുന്നതോടെ പരീക്ഷാ കേന്ദ്രങ്ങളിലെ സുരക്ഷാ പരിശോധനകൾ, ബയോമെട്രിക് രജിസ്ട്രേഷൻ, ക്വസ്റ്റ്യൻ പേപ്പർ ലോഡിംഗ് എന്നിവയിലെല്ലാം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ നിർബന്ധമാകും. രാജ്യത്തെ പരീക്ഷാ സമ്പ്രദായത്തിൽ സുതാര്യതയും കൃത്യതയും ഉറപ്പുവരുത്താൻ ഇത് വലിയൊരു മുന്നേറ്റമാകും. ഭാരതത്തിന്റെ യുവജനതയ്ക്ക് തങ്ങളുടെ കഴിവിലും കഠിനാധ്വാനത്തിലും പൂർണ്ണമായ വിശ്വാസം തിരികെ നൽകുകയാണ് ഈ ചരിത്രപരമായ നിയമനിർമ്മാണത്തിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. അഴിമതിയും തട്ടിപ്പുകളുമില്ലാത്ത പരീക്ഷാ സംവിധാനം ആത്മനിർഭർ ഭാരതത്തിന്റെ കരുത്താണ്. അർഹതയുള്ളവന് അവസരം ഉറപ്പാക്കുന്ന, പരീക്ഷാ മാഫിയകളുടെ വേരറുക്കുന്ന ഈ നിയമം ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിലെ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കമാണ്. കഴിവുള്ള ഒരു വിദ്യാർത്ഥിയുടെയും ഉന്നത വിദ്യാഭ്യാസ സ്വപ്നം സാമ്പത്തിക ബാധ്യതകൾ കാരണം തടസ്സപ്പെടരുത്. കഴിഞ്ഞ 1 ദശാബ്ദത്തിനിടയിൽ ഭാരതത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വൻ കുതിച്ചുചാട്ടമാണുണ്ടായത്. ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ 2014-15 23.7% നിന്ന് 2023-24 30% ഉയർന്നു. എന്നാൽ എൻട്രൻസ് പരീക്ഷകളിൽ ഉന്നത ജയം നേടി രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭമായ സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിച്ചിട്ടും ഉയർന്ന ഫീസും ബാങ്ക് ഗ്യാരണ്ടികളും ഉയർന്ന പലിശ നിരക്കുകളും കാരണം പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന എത്രയോ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന പ്രതിഭകൾ നമുക്കിടയിലുണ്ട്. സാമ്പത്തിക ശേഷിയില്ലാത്തതിന്റെ പേരിൽ ഒരു മെറിറ്റ് വിദ്യാർത്ഥിയുടെയും ഭാവി ഇരുളടഞ്ഞു പോകരുതെന്ന വീക്ഷണത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന നിർണായക ചുവടുവയ്പ്പാണ് PM വിദ്യാലക്ഷ്മി സ്കീം. ദേശീയ വിദ്യാഭ്യാസ നയം 2020 കാഴ്ചപ്പാടുകൾ പൂർണ്ണമായി ഉൾക്കൊണ്ട് വിദ്യാഭ്യാസ മന്ത്രാലയം നടപ്പിലാക്കുന്ന ഈ പദ്ധതി സാമ്പത്തിക പ്രതിസന്ധികൾ ഒഴിവാക്കി രാജ്യത്തെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ഗുണനിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിലൂടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാനും വഴിയൊരുക്കുന്നു. ബാങ്കുകളിൽ നിന്നും വിദ്യാഭ്യാസ വായ്പ എടുക്കുമ്പോൾ സാധാരണക്കാർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് വസ്തുവകകൾ ഈടായി നൽകുന്നതും മൂന്നാമതൊരാളുടെ ജാമ്യം ഉറപ്പാക്കുന്നതും. എന്നാൽ PM വിദ്യാലക്ഷ്മി പദ്ധതിയിലൂടെ മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് യാതൊരുവിധ ഈടോ ജാമ്യമോ കൂടാതെ വായ്പ ലഭ്യമാകുന്നു. മാനേജ്മെന്റ് കോട്ടയിലോ NRI കോട്ടയിലോ അല്ലാതെ സ്വന്തം യോഗ്യതയാൽ പ്രവേശനം നേടുന്നവർക്കാണ് ഈ ആനുകൂല്യം ലഭ്യമാകുന്നത്. NIRF ഓവറോൾ കാറ്റഗറി അല്ലെങ്കിൽ ഡൊമൈൻ റാങ്കിങ്ങിലെ ടോപ്പ് 100 സ്ഥാപനങ്ങൾ, സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിലെ ടോപ്പ് 200 സ്ഥാപനങ്ങൾ, കൂടാതെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉൾപ്പെടെ നിലവിൽ 1425 പ്രമുഖ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കോഴ്സുകൾ ഇതിന്റെ പരിധിയിൽ വരുന്നുണ്ട്. ട്യൂഷൻ ഫീസ്, ഹോസ്റ്റൽ നിരക്കുകൾ, പരീക്ഷാ ഫീസ്, പുസ്തകങ്ങൾ, ഉപകരണങ്ങൾ, ലാപ്ടോപ്പ് കൂടാതെ പഠന കാലയളവിലെ ചെലവുകൾ എന്നിവ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഈ വായ്പയ്ക്ക് തുകയുടെ കാര്യത്തിൽ യാതൊരുവിധ അപ്പർ സീലിംഗോ പരിധിയോ ഇല്ല. ബാങ്കുകൾക്ക് ധൈര്യപൂർവ്വം വായ്പ അനുവദിക്കാനായി 7.5 ലക്ഷം രൂപ വരെയുള്ള തുകയ്ക്ക് കേന്ദ്ര സർക്കാർ 75% ക്രെഡിറ്റ് ഗ്യാരണ്ടിയാണ് നൽകുന്നത്. പൊതുവിപണിയിലെ മറ്റ് വിദ്യാഭ്യാസ വായ്പകളേക്കാൾ കുറഞ്ഞ പലിശ നിരക്കിൽ, അതായത് ബാങ്കുകളുടെ എക്സ്റ്റേണലി ബെഞ്ച്മാർക്ക്ഡ് ലെൻഡിംഗ് റേറ്റിന്റെ 0.5% എന്ന ക്രമത്തിൽ ഇത് പരിമിതപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ പഠന കാലയളവിലും മൊറട്ടോറിയം കാലയളവിലും പലിശ അടച്ചു തീർക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബാങ്കുകൾ 1% അധിക പലിശ ഇളവും നൽകുന്നുണ്ട്. ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ 80E പ്രകാരമുള്ള നികുതി ഇളവുകളും ഇതിന് ലഭിക്കും. കോഴ്സ് കാലാവധിയും അതിനുശേഷമുള്ള 1 വർഷത്തെ മൊറട്ടോറിയവും കഴിഞ്ഞ് 15 വർഷം വരെയാണ് തിരിച്ചടവ് സമയം. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് കൂടുതൽ ആശ്വാസമേകാൻ കുടുംബ വാർഷിക വരുമാനം 8 ലക്ഷം രൂപ വരെയുള്ള വിദ്യാർത്ഥികൾക്ക്
10 ലക്ഷം രൂപ വരെയുള്ള വായ്പാ തുകയ്ക്ക് മൊറട്ടോറിയം കാലയളവിൽ 3% പലിശ ഇളവും വാഗ്ദാനം ചെയ്യുന്നു. പ്രതിവർഷം 1 ലക്ഷം പുതിയ വിദ്യാർത്ഥികൾക്ക് ഈ ഇളവ് ലഭിക്കും. വരുമാനം 4.5 ലക്ഷത്തിൽ താഴെയുള്ള സാങ്കേതിക പ്രൊഫഷണൽ കോഴ്സ് വിദ്യാർത്ഥികൾക്ക് നിലവിലുള്ള PM-USP CSIS പദ്ധതി വഴി 100% പലിശ സബ്സിഡിയും ലഭ്യമാണ്. 2024-25 മുതൽ 2030-31 വരെയുള്ള 7 വർഷത്തേക്ക് 3600 കോടി രൂപയുടെ ബജറ്റാണ് ഈ പലിശ ഇളവുകൾക്കായി സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്. ഇതുവഴി 7 ലക്ഷം വിദ്യാർത്ഥികൾക്ക് നേരിട്ട് ആനുകൂല്യം ലഭിക്കും. പദ്ധതിയുടെ സുതാര്യമായ പ്രവർത്തനത്തിനായി ഒരുക്കിയ ഏകീകൃത വിദ്യാലക്ഷ്മി പോർട്ടൽ വഴി വിദ്യാർത്ഥികൾക്ക് CELAF അപേക്ഷാ ഫോമിലൂടെ പരമാവധി 3 ബാങ്കുകളിലേക്ക് വരെ അപേക്ഷ നൽകാനാകും. അപേക്ഷയുടെ നില തത്സമയം നിരീക്ഷിക്കാനും സാധിക്കും. അനുവദിക്കപ്പെടുന്ന പലിശ സബ്സിഡി തുക RBIയുടെ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി അഥവാ PM വിദ്യാലക്ഷ്മി ഡിജിറ്റൽ റുപ്പി വാലറ്റ് ആപ്ലിക്കേഷൻ വഴി നേരിട്ട് വിദ്യാർത്ഥികളുടെ വായ്പാ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു. ആരംഭിച്ച് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ കേവലം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങാതെ അത്ഭുതകരമായ നേട്ടങ്ങളാണ് PM വിദ്യാലക്ഷ്മി കൈവരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷത്തിൽ മാത്രം എല്ലാ വിദ്യാഭ്യാസ വായ്പാ പദ്ധതികളിലുമായി 6.45 ലക്ഷത്തിലധികം അപേക്ഷകൾ ലഭിച്ചതിൽ 1.1 ലക്ഷത്തിലധികം അപേക്ഷകൾ PM വിദ്യാലക്ഷ്മി വായ്പകൾക്കായി മാത്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു. ഇതിൽ 70,852 വിദ്യാർത്ഥികൾക്ക് ആകെ 9,500 കോടി രൂപയുടെ വായ്പകൾ ബാങ്കുകൾ അനുവദിച്ചു കഴിഞ്ഞു. ഇതിനോടകം 67,728 വിദ്യാർത്ഥികൾക്ക് വായ്പാ തുക നേരിട്ട് വിതരണം ചെയ്യുകയും ചെയ്തു. വിദ്യാഭ്യാസ രംഗത്തെ സ്ത്രീ ശാക്തീകരണത്തിലും സമത്വത്തിലും വൻ കുതിച്ചുചാട്ടമാണ് ഈ പദ്ധതി ഉണ്ടാക്കിയത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വായ്പയ്ക്ക് അപേക്ഷിച്ച 2.76 ലക്ഷത്തിലധികം വനിതാ വിദ്യാർത്ഥികളിൽ 1.6 ലക്ഷം വനിതകൾക്ക് വായ്പ അനുവദിച്ചു. ഇതിനു പുറമെ ജനറൽ വിഭാഗത്തിനും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കുമൊപ്പം പട്ടികജാതി, പട്ടികവർഗ, മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ, ഭിന്നശേഷിക്കാർ എന്നിവരുടെ എല്ലാം പങ്കാളിത്തം ഉറപ്പാക്കാൻ പദ്ധതിക്ക് സാധിച്ചു. സാമ്പത്തിക ആശ്വാസത്തിന്റെ കാര്യത്തിലും പദ്ധതി ചരിത്ര നേട്ടമാണ് കുറിച്ചത്. കാനറ ബാങ്ക് വഴി 4.14 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളുടെ 892.81 കോടി രൂപയുടെ പലിശ ഇളവ് ക്ലെയിമുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് പഠിതാക്കളുടെ തിരിച്ചടവ് ഭാരം വൻതോതിൽ കുറയ്ക്കുന്നു. 35,777 സജീവ ഡിജിറ്റൽ റുപ്പി വാലറ്റുകളിലൂടെ 57.66 കോടി രൂപയുടെ പലിശ സബ്സിഡി നേരിട്ട് കൈമാറുകയും ചെയ്തു. ഒരു രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് അവിടുത്തെ യുവതലമുറയുടെ അറിവിലും കഴിവിലുമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം കഴിവുള്ള ഒരു കുട്ടിയുടെയും ഉന്നത വിദ്യാഭ്യാസം മുടങ്ങരുത് എന്ന കൃത്യമായ ദീർഘവീക്ഷണത്തോടെ പൂർണ്ണമായും ഡിജിറ്റൽ സുതാര്യതയോടെ ഭാരത സർക്കാർ നൽകുന്ന ഉറപ്പാണ് PM വിദ്യാലക്ഷ്മി. ആധാർ അധിഷ്ഠിത രജിസ്ട്രേഷനിലൂടെ മികച്ച അക്കാദമിക് മികവ് പുലർത്തുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യം നേടാം. അറിവുള്ള സമ്പൂർണ്ണ യുവതയിലൂടെ വികസിത ഭാരതത്തിലേക്ക് കുതിക്കാൻ PM വിദ്യാലക്ഷ്മി ശക്തമായ അടിത്തറയിടുന്നു. ഈ ആഴ്ചത്തെ അമൃത ഭാരതം വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വികസന വാർത്തകളുമായി അടുത്ത ആഴ്ച ഇതേ സമയം ദൂരദർശൻ മലയാളത്തിൽ വീണ്ടും കണ്ടുമുട്ടാം.